ഒരു നല്ല ടെക് ബ്രാൻഡ് നശിക്കാൻ പോകുന്നു എന്നുള്ളതിൻ്റെ ഫസ്റ്റ് തെളിവ് അതിൻ്റെ ഫൗണ്ടേഴ്സ് ആ കമ്പനി ഉപേക്ഷിച്ച് പോവുക എന്നുള്ളതാണ്. OnePlusന്റെ കാര്യത്തിലും പോക്കോയുടെ കാര്യത്തിലുമെല്ലാം അത് വളരെ സത്യമായിരുന്നു. 2020 അവസാനത്തോടെ കാൾ പൈ എന്ന OnePlusന്റെ കോ ഫൗണ്ടർ ആ കമ്പനി ഉപേക്ഷിച്ച് പോയപ്പോൾ തന്നെ OnePlusന് ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നതിനെ കുറിച്ച് കുറച്ച് ഐഡിയ നമുക്കുണ്ടായിരുന്നു. മദർ ബ്രാൻഡുകൾ ലാഭക്കൊതി മൂത്ത് എങ്ങനെയാണ് സബ് ബ്രാൻഡുകളുടെ ഇൻറ്റഗ്രിറ്റിയും അവരുടെ യുണീക്നെസ്സും ഇല്ലാതാക്കി കളഞ്ഞത് എന്നതിനെക്കുറിച്ചൊരു സീരീസ് ഓഫ് വീഡിയോസ് ഞാൻ ചെയ്യുന്നുണ്ട്. ഇത് ആ സീരീസിലെ ഫസ്റ്റ് വീഡിയോ ആണ്. ഈ വീഡിയോയിൽ നമുക്ക് ഓപ്പോ എങ്ങനെയാണ് OnePlusന്റെ അസ്ഥിവാരം തോണ്ടി OnePlusന്റെ ഐഡന്റിറ്റി ഇല്ലാണ്ടാക്കി കളഞ്ഞെന്ന് നമുക്ക് ചർച്ച ചെയ്യാം. എന്താണ് OnePlus എന്ന് പറഞ്ഞു തുടങ്ങാം. ഡിസംബർ 2013 ചൈനയിൽ വെച്ച് തുടങ്ങിയ ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിയാണിത്. പീറ്റ് ലൂവും കാൾ പൈ ഒക്കെയാണ് ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള ഫൗണ്ടേഴ്സ്. അന്ന് ഇവർ രണ്ടുപേരും ഉൾപ്പെടെ മൊത്തം 6 പേരെ കമ്പനിയിൽ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇവർക്കുള്ള വിഷൻ അടിപൊളിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഓപ്പോയിൽ നിന്ന് ഇവർക്ക് നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് കിട്ടി. ഓപ്പോയുടെ ലക്ഷ്യങ്ങൾ മറ്റൊന്നായിരുന്നു, പക്ഷേ ഇവർക്ക് നല്ല സപ്പോർട്ട് കൊടുത്തു. ഓപ്പോ അങ്ങനെ നല്ല രീതിയിൽ പൈസ ഇറക്കി വൺ ആൻഡ് ഒൺലി മേജർ ഷെയർ ഹോൾഡറായി ഈ കമ്പനിയിൽ. അന്ന് ഓപ്പോയുടെ സപ്പോർട്ട് ഇവർക്ക് ആവശ്യമായിരുന്നു. കാരണം ഈ ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിക്ക് ഒരു മൊബൈൽ പ്രൊഡ്യൂസ് ചെയ്യാനോ അത് വിപണിയിലോട്ട് എത്തിക്കാനുള്ള ഒരു കേപ്പബിലിറ്റി അന്നില്ലായിരുന്നു. എന്നാൽ ഓപ്പോ അവരുടെ മാനുഫാക്ചറിങ് ഷെയർ ചെയ്തു. അതുപോലെ തന്നെ അവരുടെ റിസർച്ചും ഒത്തിരി സപ്പോർട്ടും അവർക്ക് കൊടുത്തു. ഇതിൻ്റെ ഒപ്പം OnePlusന്റെ കുറേ അഡീഷനും കൂടി ആയി കഴിഞ്ഞപ്പോഴേക്കും അടിപൊളി ഫോണുകൾ ഇറങ്ങാൻ തുടങ്ങി. OnePlus 1 ഒക്കെ ഇപ്പോൾ പോലും ടെക് എന്തൂസിയാസ്റ്റുകളുടെ ഇടയിൽ നല്ല പേരുള്ള ശരിക്കും പറഞ്ഞൊരു OG സ്മാർട്ട് ഫോണാണ്. പക്ഷേ ഒന്ന് ശ്രദ്ധിച്ച് നോക്കി കഴിഞ്ഞാൽ OnePlusന്റെ എല്ലാ ഫോണുകളും ഓപ്പോയുടെ ഒരു ഫോണിൻ്റെ റീമേക്കാണ്. റീബ്രാൻഡിങ് അല്ല, റീബ്രാൻഡിങ് എന്ന് പറഞ്ഞാൽ ഒരു ഫോൺ എടുക്കുന്നു, അതിന് മേലെ വേറെ ലോഗോ ഒട്ടിച്ച് വയ്ക്കുന്നു. എന്നാൽ റീമേക്ക് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഓപ്പോയുടെ ഒരു ഫോൺ OnePlus എടുത്ത് അതിൽ കുറച്ച് നല്ല കാര്യങ്ങൾ ആഡ് ചെയ്യും. അതുപോലെ തന്നെ ഓപ്പോ വിൽക്കുന്നതിനേക്കാളും വില കുറവിലായിരിക്കും അവർ മാർക്കറ്റിലോട്ട് കൊണ്ടുവരുന്നത്. OnePlus ഒരു നല്ല ഓപ്പോ ഡിവൈസ് എടുത്തിട്ട് അതിൽ നല്ല കുറച്ച് അഡീഷൻസും ചെയ്ത് ഓപ്പോ ഫോൺ വിൽക്കുന്നതിനേക്കാളും വളരെ വില കുറവിൽ അതേ സ്പെക്സ് കൊണ്ടുവരുമായിരുന്നു. അതിൻ്റെ കാരണം OnePlus ഓൺലൈൻ ഉള്ളി ബ്രാൻഡായിരുന്നു. ഓപ്പോയ്ക്ക് ഡീലർ, സബ് ഡീലർ, റീറ്റെയിലർ ഇവർക്കെല്ലാവർക്കും പൈസ കൊടുക്കണമായിരുന്നു. എന്നാൽ ആ എക്സ്ട്രാ ബേർഡനുകളൊന്നും OnePlusനില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ എന്തൂസിയാസ്റ്റുകൾക്ക് എന്നും ഫേവറേറ്റ് ബ്രാൻഡുകളിലൊന്നായിരുന്നു OnePlus. ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റിൽ ഒത്തിരിയേറെ ചീത്തപ്പേര് കേട്ടിട്ടുണ്ടെങ്കിലും കുറച്ച് നാളുകൾക്ക് ശേഷം OnePlus പരമാവധി കാര്യങ്ങൾ ഫിക്സ് ചെയ്യുന്നുണ്ട്. അപ്ഡേറ്റുകളുടെ കാര്യത്തിൽ കുറച്ച് ഡിലേ ഉണ്ടായാലും ചിലപ്പോൾ അവർ പ്രോമിസ് ചെയ്ത ഡേറ്റിൽ റിലീസ് ചെയ്യാൻ പറ്റാതെ വന്നിട്ടുണ്ടെങ്കിലും OnePlus എപ്പോഴും ഡെലിവറി ചെയ്യുമായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും പൊതുവെ OnePlusനോട് വലിയൊരു ഇഷ്ടം ഉണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓപ്പോയ്ക്ക് OnePlusലോട്ട് ഇത്രയും ഇൻവെസ്റ്റ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും ചില ഹിഡൻ അജൻഡാസ് ഉണ്ടായിരുന്നു. അത് OnePlus അത്യാവശ്യം ഒരു ബ്രാൻഡായി എസ്റ്റാബ്ലിഷ് ആയതിനു ശേഷം തലപൊക്കാൻ തുടങ്ങി. ഓപ്പോ എന്ന ബ്രാൻഡിന് വിദേശ മാർക്കറ്റുകളിൽ, എക്സ്പെഷ്യലി യൂറോപ്യൻ മാർക്കറ്റിലും നോർത്ത് അമേരിക്കൻ മാർക്കറ്റിലും വലിയ പ്രാധാന്യമില്ല. ബേസിക്കലി അവർ ആദ്യമേ ഇറക്കിയ കുറേ ഫോണുകൾ ഐഫോണിൻ്റെ പ്യുവർ റിപ്പ് ഓഫ്സ് ആയിരുന്നു. അവരുടെ UI എടുത്ത് നോക്കുകയാണെങ്കിൽ iOSന്റെ റിപ്പ് ഓഫ് ആണെന്ന് നോക്കുന്ന ആർക്കും മനസ്സിലാവും. എന്നാൽ OnePlusന്റെ സ്റ്റോറി എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരുന്നു. ടിക്കുകൾക്കൊക്കെ ഒത്തിരിയേറെ ഇഷ്ടപ്പെട്ട MKBHDയുടെയൊക്കെ ബഡ്ജറ്റ് സെഗ്മെൻറ്റിലെ ഫേവറേറ്റ് ഫോണുകൾ എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുള്ള ബ്രാൻഡ്. ഈ ബ്രാൻഡിനെ ഉപയോഗിച്ചുകൊണ്ട് അവരുടെ റൂട്ട്സ് യൂറോപ്പിലും നോർത്ത് അമേരിക്കയിലും എത്തിക്കാനായിട്ട് അവർ പ്ലാൻ ചെയ്യുന്നു. ഇപ്പോൾ കുറേ നാളായിട്ട് ഇങ്ങനെ OnePlus കുഴപ്പമില്ലാണ്ട് പോയെങ്കിലും ഓപ്പോയുടെ ഇൻട്രസ്റ്റുകൾക്ക് പ്രാധാന്യം വന്നപ്പോൾ, അതായത് ഈ കമ്പനിയിലെ മേജർ ഷെയർ ഹോൾഡറിൻ്റെ താല്പര്യങ്ങൾ വന്നു കഴിഞ്ഞപ്പോഴേക്കും OnePlus എന്ന ബ്രാൻഡിൻ്റെ ഐഡൻറ്റിറ്റിയാണ് ഇല്ലാണ്ടാവാൻ പോകുന്നത്. ഓപ്പോയുടെ ഹിഡൻ അജൻഡാസ് അത് വർക്കൗട്ട് ആവുന്നത് ഇപ്പോൾ നമ്മൾ പ്രസൻറ്റിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ കഴിഞ്ഞ ഇടയ്ക്ക് OnePlusന്റെ ഓക്സിജൻ OSഉം അതുപോലെ തന്നെ ഓപ്പോയുടെ കളർ വോയിസും കൂടെ ഒറ്റ ബേസിലോട്ട് കൊണ്ടുവരണം, ഒറ്റ ഫൗണ്ടേഷനിലോട്ട് കൊണ്ടുവരാൻ അവർ പ്ലാൻ ചെയ്തു. അതിപ്പോൾ കമ്മ്യൂണിറ്റി എല്ലാം കൂടെ ചീത്ത പറഞ്ഞ് ആ ഒരു പരിപാടി ജസ്റ്റ് അവരൊന്ന് ഷട്ട് ഡൗൺ ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് എപ്പോൾ വേണമെങ്കിലും തിരിച്ചു വരാം. OnePlus നോഡ് സ്മാർട്ട് ഫോണുകളുടെ വരവ്. നോഡ് ആദ്യം വന്നു കഴിഞ്ഞപ്പോൾ വലിയ കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ചന്നം പിന്നം N100, N10 അങ്ങനെയുള്ള വേർഷൻസ് എല്ലാം വന്ന് ഓപ്പോയുടെ A53 അല്ലെങ്കിൽ A5 സീരീസിൻ്റെ കുറേ റീമേക്ക് അല്ല, വെറും റീബ്രാൻഡിങ്. അതേ ഫോണുകൾ എടുക്കുന്നു, ജസ്റ്റ് ലോഗോ മാറ്റി വയ്ക്കുന്നു, അങ്ങനത്തെ കാര്യങ്ങളിലോട്ട് കിടക്കുന്നു. അപ്പോൾ ഇങ്ങനത്തെ തരം താഴ്ന്ന രീതികൾ വരുമെന്ന് കണ്ടതുകൊണ്ടായിരിക്കാം കാൾ പൈ നേരത്തെ തന്നെ സ്റ്റാൻഡ് വിട്ടത്. ഇതിൻ്റെ ബാധ്യതയൊന്നും ഏൽക്കാൻ ഞാനില്ല എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും ഇപ്പോൾ നത്തിങ് എന്ന ബ്രാൻഡ് തുടങ്ങിയിരിക്കുന്നത്. എനിവേ നല്ലൊരു തീരുമാനം എന്നേ ഞാൻ പറയത്തുള്ളൂ. കാരണം അദ്ദേഹത്തിൻ്റെ മോഹം രക്ഷിച്ചു. ഇപ്പോൾ OnePlusന്റെ അവസ്ഥ എന്താ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദുരവസ്ഥ എന്നൊക്കെ പറഞ്ഞാൽ കുറഞ്ഞു പോകും. ശരിയാണ്, ഓക്സിജൻ വോയിസ് മാറി കളർ വോയിസ് വന്നില്ല. എന്നിരുന്നാലും OnePlusന് പണ്ടുണ്ടായിരുന്ന ആ ഒരു ഇൻഡിവിജ്വൽ നേച്ചർ, ആ ഒരു യുണീക്നെസ് അത് നഷ്ടപ്പെട്ടിരിക്കുന്നു. കഴിഞ്ഞിടയ്ക്ക് ഇറങ്ങിയ OnePlus 10R 5G തന്നെയാണ് ബെസ്റ്റ് എക്സാമ്പിൾ. Realme GT Neo 3യുടെ ഒരു റീമേക്കാണിത്. റീമേക്ക് എന്ന് പറയാൻ കഴിയില്ല, റീബ്രാൻഡിംഗ് എന്ന് തന്നെ പറയാം. റീമേക്ക് എന്താ പറയാനുള്ളത്?
ആ ഫ്ലാഷ് അങ്ങോട്ട് മാറി ഇരിക്കുന്നതോ. സോ ബേസിക്കലി വൺ പ്ലസ് എന്ന ആ ഒരു ബ്രാൻഡ് ഇപ്പോൾ ജസ്റ്റ് ഓപ്പോ ഫോണുകൾ മറ്റൊരു പേരിൽ മറ്റ് രാജ്യങ്ങളിൽ എത്തിക്കാനുള്ള ഒരു മാർഗമായിരിക്കുന്നു. സങ്കടമുണ്ട് ഇങ്ങനൊരു കമ്പനി, ഇത്രയും ഒരു ലെഗസി ഉള്ളൊരു കമ്പനി ഈ ഒരു അവസ്ഥയിലായിപ്പോയത്. എനിവേ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ മെൻഷൻ ചെയ്യുക. ഇനി വൺ പ്ലസിന് പകരമായിട്ട് റീപ്ലേസ് ചെയ്യാൻ പറ്റുന്നൊരു കാൻഡിഡേറ്റാണ് ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്ന പിക്സലിൻ്റെ പുതിയ സീരീസുകളൊക്കെ. ഇനി പിക്സൽ 6 ഇന്ത്യയിലോട്ട് വരുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം വൺ പ്ലസ് ഫോണുകൾക്ക് പകരമായിട്ട് ഇനി പിക്സൽ എ സീരീസിനെ നമുക്ക് കാണാൻ പറ്റുമോ? സോ വാട്ട്സ് യുവർ ഒപ്പീനിയൻ? തീർച്ചയായിട്ടും കമൻസ് ആയിട്ട് എഴുതുക. പുതിയൊരു വീഡിയോയുമായിട്ടും അതുപോലെ തന്നെ പോക്കോയുടെയും മോട്ടോറോളയുടെ ഒക്കെ കാര്യത്തിൽ എന്താണ് സംഭവിച്ചത് എന്നതിനെക്കുറിച്ചും മറ്റ് വീഡിയോകളിൽ സംസാരിക്കാം. ഇത് നിങ്ങളുടെ സ്വന്തം ചങ്ങായി ഹാരിസ് സൈനിങ് ഓഫ് നൗ.